ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യമനിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പാലക്കാട് ചിറ്റിലഞ്ചേരി സ്വദേശി നിമിഷപ്രിയയുടെ വധശിക്ഷ 1 മാസത്തിനുള്ളിൽ നടപ്പാക്കാനാണ് യമന്റെ പ്രസിഡന്റായ റഷാദ് അൽ അലിമി ഓർഡർ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ നടപ്പാക്കൽ കേരളത്തിൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. എന്നാൽ ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു മനുഷ്യൻ്റെ, ഒരു സ്ത്രീയുടെ ജീവൻ്റെ പ്രശ്നമാണ്. എന്നാൽ അത് മാറ്റിവെച്ചുകൊണ്ട് ഇതിനെ കേരളത്തിലെ ചില വർഗീയ വിഷങ്ങൾ, മുസ്ലിം വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ആയുധമായാണ് ഇപ്പോൾ അവതരിപ്പിച്ചു വരുന്നത്. ഇക്കാര്യത്തിൽ കേരളത്തിലെ സംഘി ക്രിസംഘികൾ വളരെ കാര്യമായി തന്നെ പണിയെടുക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തിയാൽ പകരം ആ കുറ്റവാളിയെ കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ അന്തമില്ലാത്ത ജീവപര്യന്തമോ നൽകിയാണ് ഓരോ രാഷ്ട്രങ്ങളും ഇത്തരം കാര്യങ്ങളെ സമീപിക്കാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഇതൊരു വർഗീയ വിദ്വേഷ പ്രചരണ ആയുധമായാണ് ഉപയോഗിക്കുന്നത്. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമി, ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാം, റിപ്പർ ജയചന്ദ്രൻ തുടങ്ങി അനേകം ആൾക്കാരെ ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. അവരിപ്പോൾ ജയിലുകളിൽ കഴിയുകയാണ് വധശിക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട്. ഈ അടുത്ത ദിവസം തന്നെ പെരിയ വധക്കേസിലെ പ്രതികളെ തൂക്കിക്കൊല്ലാൻ വിധിക്കാഞ്ഞതിൽ വളരെയധികം ദുഃഖം പ്രകടിപ്പിച്ചും നിരാശ പ്രകടിപ്പിച്ചും പലരും ആശങ്കകൾ പങ്കുവച്ചത് നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെയും വാർത്തകളിലൂടെയും കാണുകയുണ്ടായി. അവർക്കൊക്കെ വധശിക്ഷ നൽകണമെന്നാണ് ഇക്കൂട്ടർ ആവശ്യപ്പെട്ടിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ലോകത്തെല്ലായിടത്തും കൊലയ്ക്ക് കൊല എന്നൊരു നിയമമുണ്ട്. പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണെങ്കിൽ അത് എല്ലാ രാജ്യങ്ങളും നിർവഹിക്കാറുണ്ട്. ഓരോ രാജ്യങ്ങളിലും വധശിക്ഷ പല രീതിയിലാണ് നടപ്പിലാക്കാറുള്ളത്. ഇന്ത്യയിൽ തൂക്കിക്കൊലയാണ് ഉള്ളത്. സൗദി അറേബ്യയിൽ തല വെട്ടുക, വെടിവെച്ച് കൊല്ലുക, ഇങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. യമനിലും തൂക്കിക്കൊലയാണെന്ന് എനിക്ക് തോന്നുന്നത്, അറിയില്ല കൃത്യമായിട്ട്. എന്നാൽ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും വധശിക്ഷ നടപ്പാക്കാറുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ യമനിൽ നിമിഷപ്രതിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഒരു പ്രാകൃതമായ നടപടിയായാണ് ഇവിടെ പലരും അതിനെ ചിത്രീകരിക്കുന്നത്. കാരണം യമൻ ഒരു മുസ്ലിം രാഷ്ട്രമാണ്. അപ്പോൾ മുസ്ലിങ്ങൾ ചെയ്യുന്നതെല്ലാം പ്രാകൃതമാവുകയാണ്. അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ചെയ്യുന്ന വിഷം കൊടുത്തു കൊല്ലുക, വെടിവെച്ച് കൊല്ലുക എന്നുള്ളതൊക്കെ ആധുനികം. ഈ വിഷമൊക്കെ കൊടുത്തു കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിപ്രാചീനമാണ്. അതുപോലെ കുരിശിൽ തറച്ച് കൊല്ലുക, യേശു ക്രിസ്തുവിനെ തന്നെ കുരിശിൽ തറച്ചല്ലേ കൊന്നത്. അത്രയും പ്രാകൃതമായ നിയമം ലോകത്ത് ഒരിടത്തുമില്ല. അതൊന്നും പ്രശ്നമല്ല. പക്ഷേ അറബ് രാജ്യങ്ങളിലെ ശിക്ഷാരീതികളെല്ലാം പ്രാകൃതം തന്നെയാണ്. അത് നമുക്ക് വലിയ അത്ഭുതമാണ്. ഒരു കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭീകരമായ ഒരു തെറ്റുപോലെയാണ് ഇവിടുത്തെ വാർത്താ ചാനലുകൾ വാർത്തകൾ ചിത്രീകരിക്കുന്നത്. അതിനുവേണ്ടി ചർച്ചകൾ ഇവിടെ സംഘടിപ്പിക്കുകയാണ്. എന്ന് കണ്ടോ, ഇസ്ലാമിക തീവ്രവാദം കണ്ടോ എന്നുള്ള രീതിയിൽ. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതൊന്നും ആരും കണക്കിലെടുക്കാറില്ല. ലോകത്ത് ഓരോരോ ശിക്ഷാരീതികളും മറ്റു നിയമങ്ങളും ഓരോ പ്രശ്നങ്ങളും നടപ്പിലാക്കുമ്പോൾ കേരളത്തിൽ കുറച്ച് ആൾക്കാർ ചാനലുകൾ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ അവരത് കാര്യമാക്കാറൊന്നുമില്ല. ഇവർ ചർച്ച കഴിയും, അവളെ കാശും മേടിച്ചിട്ട് അവർ വീട്ടിൽ പോകും. അതല്ലേ ഉള്ളൂ. വേറെന്ത് സംഭവിക്കാൻ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? യമന്റെ തലസ്ഥാനമായ സന ഇപ്പോൾ ഹൂത്തികളുടെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അവിടെയാണ് ഈ സെൻട്രൽ ജയിലുള്ളത്. ആ ജയിലിലാണ് നിമിഷപ്രിയയും ഉള്ളത്. കാമുകനും യമൻ പൗരനുമായ തലാൽ അബ്ദു മഹദി എന്ന ഒരുത്തനെ കൊന്നതിനാണ് ഇന്ന് നിമിഷപ്രിയ വധശിക്ഷ കാത്ത് യമൻ ജയിലിൽ കഴിയുന്നത്. കൊലപ്പെടുത്തുക മാത്രമല്ല, ഇയാളെ വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിൽ തള്ളിയ അതിപ്രാകൃതമായ ഒരു ക്രിയയാണ് ഈ സ്ത്രീ നിർവഹിച്ചത്. ഇത് ഇവരുടെ ഉള്ളിൽ ഒരു അതിക്രിമിനൽ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. കരുതിക്കുട്ടിയുള്ള കൊലപാതകം മാത്രമല്ല, ഈ മൃതദേഹം വെട്ടിനുറുക്കുക കൂടി ചെയ്തു എന്നുള്ളതാണ് യമൻ കോടതി അതിമാരകമായ കുറ്റമായി ഈ കേസിനെ പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വധശിക്ഷ വിധിച്ചത്. ഇത്തരം കേസുകൾക്ക് ഇന്ത്യൻ കോടതിയും വധശിക്ഷ തന്നെയാണ് വിധിക്കുന്നത്. എത്രയോ കേസുകൾ നമുക്ക് ഉദാഹരണമുണ്ട്. കുറേ കേസുകളൊക്കെ നമ്മൾ പണം കൊടുത്തും സ്വാധീനിച്ചുമൊക്കെ ഇറങ്ങിപ്പോകാറുണ്ട്. എന്ന് പറഞ്ഞാലും ഒരിക്കലും ഇന്ത്യൻ കോടതിയെ സംബന്ധിച്ച് അത് വധശിക്ഷയിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമാകുന്നില്ല. പിന്നെ ചില മാനുഷിക പരിഗണനകൾ വെച്ച് കോടതി ചിലപ്പോൾ അയാളെ ശിക്ഷ ഇളവ് കൊടുത്തേക്കാം. ജീവപര്യന്തമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശിക്ഷകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം വധശിക്ഷ ഇല്ല എന്നല്ല. ഇത് തന്നെയല്ലേ യമൻ കോടതി നടപ്പിലാക്കിയത്. അവരിതുപോലെ ഒരാതി കുറ്റവാളിയെ അവർ വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്താ കുഴപ്പം? നമുക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ അവരെ തിരിച്ചെടുക്കാൻ കഴിയും, അത്ര തന്നെ ഉള്ളൂ. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ കേസിന് അത്രയധികം വാർത്താ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ എടുത്തു പറയേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിലെ ചില മുതലെടുപ്പുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ്. ഒരു കൊലപാതകത്തിന് പിന്നിൽ അനേകം കാരണങ്ങളുണ്ടാവാം. നിമിഷപ്രിയയുടെ കേസിലും അത്തരം ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് ചതിയും വഞ്ചനയും ലൈംഗിക വൈകൃതങ്ങളും എല്ലാം കൂടിച്ചേർന്ന ഒരു കേസ് തന്നെയാണ്.
ഈ കൊല്ലപ്പെട്ടവനും അത്ര നല്ലവനൊന്നുമല്ല. അവൻ ഈ നിമിഷപ്രിയ എന്ന സ്ത്രീയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്, ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നാൽ ഈ നിമിഷപ്രിയയും അത്ര നിഷ്കളങ്കയല്ല. ഇവർക്ക് നാട്ടിൽ ഭർത്താവും ഒരു പെൺകുട്ടിയുമുണ്ട്. ചെറിയ ഒരു പെൺകുട്ടിയെയും ഭർത്താവിനെ നാട്ടിൽ വിട്ടുകൊണ്ട് ബിസിനസിൻ്റെ പേരും പറഞ്ഞ് യമനിൽ പോയി ഒരു കാമുകനുമായി ഒത്തു ജീവിക്കുകയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിൽ ഇവർ കബളിപ്പിക്കപ്പെട്ടതായി തോന്നുകയും അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതെ, അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി പാസ്പോർട്ട് അയാളിൽ നിന്ന് തട്ടിയെടുക്കുവാനൊക്കെ ആയിട്ട് അയാൾക്ക് അമിത തോതിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് കൊലപ്പെടുത്തി. എന്നിട്ട് മൃതദേഹം അവിടെ ഇട്ടിട്ട് പോകുന്നിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അവരതിനെ വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിലേക്ക് തട്ടി. അതവിടെ കിടന്ന് ചീഞ്ഞ് നാറി കുറേ ദിവസം കഴിഞ്ഞപ്പം ഇവർ അതിർത്തി കിടക്കുന്നതിന് മുമ്പ് തന്നെ അവരെ പിടുത്തം വീണു. ഇതാണ് ഈ കേസിൻ്റെ യഥാർത്ഥ സംഭവം. ഇത്തരം സ്ത്രീകൾ യമനിൽ മാത്രമല്ല, സൗദി അറേബ്യയിലും മറ്റ് അറബ് രാജ്യങ്ങളിലും വിദേശത്തുമെല്ലാം ജീവിക്കുന്നുണ്ട്. നാട്ടിലെ ഭർത്താവിനെയോ കുടുംബാംഗങ്ങളെയൊക്കെ വഞ്ചിച്ചുകൊണ്ട് അവർ മറ്റ് പുരുഷന്മാരുമായി ഒത്തു ജീവിക്കുന്നു. എൻ്റെ അറിവിൽ തന്നെ സൗദി അറേബ്യയിലെ അബ്ഹ എന്നൊരു സ്ഥലത്ത് ഇതുപോലൊരു സംഭവം നടന്നതായി എനിക്ക് നേരിട്ട് അറിവുണ്ട്. അവിടെ മലയാളിയായ ഒരു സ്ത്രീ പാകിസ്ഥാനിയായ ഒരുത്തൻ്റെ കൂടെ കല്യാണം കഴിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കല്യാണം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അതിലൊരു കുട്ടിയുമുണ്ട്. പുള്ളി പ്രസവമെല്ലാം കഴിഞ്ഞ് കുട്ടിയെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് നാട്ടിൽ വന്ന് ഒരു വിവാഹം കൂടെ ഒക്കെ കഴിച്ചു. വീട്ടുകാരുടെ നിർബന്ധത്തിനോ ഒക്കെ സമ്മതിച്ചായിരിക്കും. ഇവിടെ ഒന്നും അറിയാത്ത പോലെ തിരിച്ച് നാട്ടിൽ ചെന്നപ്പോൾ ധാര ഒറ്റി പാകിസ്ഥാനിയോട് ഇവളെ നാട്ടിൽ വന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടോ. അത് ചോദ്യം പറച്ചിലായി, അടിയും പിടിയായി. ലാസ്റ്റ് അയാൾ ഇവളെ വെട്ടിമുറിച്ച് കൊന്നു. ഈ പാകിസ്ഥാനി അന്ന് ജയിലിലായത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതൊക്കെ. ഇങ്ങനെ അനേകം സ്ത്രീകളുണ്ട്. നമ്മുടെ മലയാളികളായ സ്ത്രീകൾ തന്നെ വിദേശത്ത് പോയിട്ട് ആരും അറിയില്ല എന്ന് കണ്ടാൽ എന്ത് വൃത്തികേടും ചെയ്യാൻ തയ്യാറുള്ള അനേകം സ്ത്രീകളും നമ്മുടെ മലയാളികൾക്കിടയിലുണ്ട്. നല്ലവരുണ്ടെങ്കിൽ അവരെ ഈ വിഷയം ബാധിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ചില വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം ചില കടുങ്കൈകൾ സംഭവിച്ചേക്കാം. ഒരുപക്ഷെ ഇവളെ അവൻ കൊല്ലുകയോ അല്ലെങ്കിൽ അവനെ ഇവൾ കൊല്ലുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇത്തരം സാമൂഹിക വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് മാത്രം നമ്മളതിനെ വിലയിരുത്തിയാൽ മതി. അതുതന്നെയാണ് നിമിഷപ്രിയയുടെ കേസിൽ സംഭവിച്ചത്. പിന്നെ നമുക്കതിനെ പറഞ്ഞ് ഒരുപാട് മികച്ചതാക്കി മാറ്റാം. കാരണം ഇവരെ ഏറ്റവും നിഷ്കളങ്കയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ പറയാം, അവരവരുടെ സൗകര്യം. വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ദേക്ക് യാതൊരുവിധ മാർഗങ്ങളുമില്ല എന്ന് പറഞ്ഞാണ് അവസാനം യമൻ്റെ സുപ്രീം കോടതി ഈ കേസ് തള്ളിയത്. ഇപ്പോൾ പ്രസിഡൻറ്റും ഇതിനെ ദയാഹർജി തള്ളിയിരിക്കുകയാണ്. അതിനർത്ഥം ഇവരെ ഉടനെ തൂക്കിക്കൊല്ലും എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ കേസുമായി നമ്മൾ കേരളത്തിലേക്ക് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ 2017 ഈ തലാൽ മഹമ്മൂദ് എന്ന ഇവനെ ഈ സ്ത്രീ കൊലപ്പെടുത്തുന്നത്. അന്നാണ് അവർ പിടിയിലായത്. അവരെ 2020 വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. എന്നാൽ ഈ വധശിക്ഷയ്ക്ക് വിധിച്ചതും അവർ ജയിലിൽ കിടക്കുന്നതുമൊക്കെ നമ്മുടെ നാട്ടിലുള്ള പലരും അറിഞ്ഞിരുന്നതാണ്. അന്നൊന്നും ഈ വിഷയം ഉയർന്നു വന്നിരുന്നില്ല. ഈ വിഷയം ഉയർന്നു വരാൻ കാരണമായത് 2006 സൗദി അറേബ്യയിൽ ഒരു വികലാംഗനായ 15 വയസ്സുള്ള ഒരു പയ്യനെ കൊലപ്പെടുത്തിയ കേസിൽ മലപ്പുറംകാരനായ അബ്ദുൾ റഹീം എന്നൊരുവൻ ജയിലിൽ അകപ്പെട്ട് 18 വർഷമായി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അയാൾക്കുള്ള വധശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്ന് സൗദി കോടതി തീരുമാനിക്കുന്നു. അത് നമ്മുടെ നാട്ടിൽ അറിയുകയും ഈ കുടുംബത്തിനായി ബ്ലഡ് മണിയായി, അതായത് സൗദി അറേബ്യയൊക്കെ സംബന്ധിച്ച് പണം കൊടുത്തു കഴിഞ്ഞാൽ കുടുംബം സ്വീകരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം വെട്ടാൻ വേണ്ടി വാളിങ്ങനെ ഓങ്ങി നിൽക്കുന്നിടത്ത് നിന്ന് കുടുംബം വന്നിട്ട് വെട്ടണ്ട, കൊല്ലണ്ട, അത് കുഴപ്പമില്ല, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവായിപ്പോവും. പിന്നെ ശിക്ഷയിൽ നിന്ന് ഒഴിവായി പോയാൽ തന്നെ ഏതാണ്ട് 2 കൊല്ലത്തിലധികം മിക്കവാറും ജയിലിൽ കിടക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലെ സംബന്ധിച്ച് ഈ അബ്ദുൾ റഹീമിന് പൈസ നമ്മൾ 34 കോടി രൂപയാണ് കേരളത്തിൽ നിന്നും പിരിച്ചു കൊടുത്തത്. ഈ പൈസ കൊടുത്ത് പിറ്റേന്ന് രാവിലെ തന്നെ സൗദി അറേബ്യ ഇറക്കി വിടുമെന്നാണ് പലരും ഇവിടെ ധരിച്ചിരിക്കുന്നതും പല വാർത്തകളും പ്രത്യക്ഷപ്പെടുന്നതും. എന്നാൽ അത് വെറുതെയാണ്. അതിനുശേഷം ഒരുപാട് മതപരമായ നിയമങ്ങൾ തന്നെയുണ്ട്. അതായത് ഖുർആൻ മുഴുവനായി കാണാതെ പഠിക്കുക, അതുപോലെ തന്നെ ഈ ചെയ്ത തെറ്റിന് ദൈവത്തോട് തൗബ ചെയ്യുക, അതായത് ക്ഷമാപണം അഭ്യർത്ഥിക്കുക, ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. അല്ലാതെ എന്നാ പൈസ എന്നാ പിടിച്ചോ ഞാൻ ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞ് കൈ വീശി ഇറങ്ങിപ്പോക്കം നടക്കുകയില്ല. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതുകൊണ്ട് കോടതി ഇങ്ങനെ മാറ്റിവെച്ചതാണ് ഇത്തരം കേസുകളെ മുന്നോട്ട് നീക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ പൈസ കൊടുത്തിട്ട് ഒരു അറിവൊന്നുമില്ലല്ലോ അവരെന്നെ ഇറക്കി വിടാത്തത് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്.
അത് അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചൊന്നും യാതൊരു വിവരമില്ലാത്തവരാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് ഒരുപാട് നിയമങ്ങളുണ്ട്. അതുപോലെ കുടുംബവുമായിട്ട് പോയി കാണണം. നമ്മൾ കാര്യം പൈസ കൊടുത്ത് അവർ വാങ്ങി പിന്നെ അങ്ങോട്ടേക്കും കെട്ടിപ്പിടിച്ച് കരച്ചിലും ബഹളവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പരസ്പരം കാണുകയും അവരോട് മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യണം. പിന്നീട് ഇതൊന്നും അറിയാതെ ഇങ്ങോട്ട് താ എന്നാണ് ഇവിടെ പലരും പറയുന്നത്. ചുമ്മാതാ. ഇതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഞാനീ പറയുന്നത് കേട്ടോ. സൗദി അറേബ്യയിൽ ഇത്തരം നിയമങ്ങളൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം. അപ്പോൾ ഈ അബ്ദുറഹീമിന് വേണ്ടി 34 കോടി രൂപയാണ് കേരളത്തിൽ നിന്നും ഒരാഴ്ചക്കുള്ളിലോ 2 ആഴ്ചക്കുള്ളിലോ പിരിച്ചെടുത്തത്. അത് ആ കുടുംബത്തിന് കുറേ പൈസ എത്തി, കുറേ അഡ്വക്കേറ്റ് കൊടുത്തു, അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ മറ്റ് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, കേസിൻ്റെ പൈസയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടിയൊക്കെ ചെലവഴിച്ചു. ഇത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ കൃസംഗികൾക്ക് കുരു പൊട്ടി. കാരണം അബ്ദുറഹീം ഒരു മുസ്ലിമാണല്ലോ, നിമിഷപ്രിയ ഒരു ഹിന്ദുവുമാണ്. അപ്പം അബ്ദുറഹീമിന് വേണ്ടി കോയാമാരെല്ലാം കൂടെ, അല്ലെങ്കിൽ അബ്ദുറഹീമിനെ ഇത്രയും പൈസ പിരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് നിമിഷപ്രിയയ്ക്കും കാശ് ഇതുപോലെ കൊടുത്തുകൂടാ എന്ന് ചില ചോദ്യമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ആദ്യം ഉണ്ടായത്. എന്തിനു ഞാൻ ചോദിക്കുന്നത്, അങ്ങ് പിരിച്ചാൽ പോരെ? ഇപ്പോൾ അബ്ദുറഹീം ആരുടെയും കുടുംബക്കാരനൊന്നുമല്ലല്ലോ. അത് അയാൾക്ക് വേണ്ടി പിരിച്ചു. ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജനത്തിന് മനസ്സിലായി അത് ജാതി മതഭേദമന്യേ എല്ലാവരും പൈസ കൊടുത്തു. അവിടെ വർഗീയത ഇല്ലാത്തവരോട് പൈസ കൊടുത്ത മുതൽ അല്ല, വർഗീയത ഉള്ളവരാരും പൈസ കൊടുത്തിട്ടില്ല. അത് വേറെ സത്യാവസ്ഥയാണ്. ഒരു സംഘി മാളത്തിൽ നിന്നോ കൃസംഗിയുടെ അല്ലെങ്കിൽ കാസയുടെ ഓഫീസിൽ നിന്ന് 10 പൈസ കൊടുത്തിട്ടില്ല അബ്ദുറഹീമിന് വേണ്ടി. ഇതൊക്കെ നല്ലവരായ നമ്മുടെ നാട്ടിലെ നല്ല നല്ല ആൾക്കാർ, മനസ്സാക്ഷിയുള്ളവർ, മനുഷ്യത്വമുള്ളവർ, അവരാണ് പൈസ കൊടുത്തത്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി അവരതൊക്കെ തന്നെ ചെയ്യും. പൈസ പിരിക്കാൻ സിമ്പിളാണ്. എന്നാൽ ഇതിനുള്ളിലെ ചില കളികളുണ്ട് വേറെ. അത് വർഗീയതയാണ്. ഈ കൃസംഗികൾക്കൊന്നും നിമിഷപ്രിയയ്ക്ക് പൈസ മേടിച്ച് പിരിച്ചു കൊടുക്കാനൊന്നും യാതൊരു താല്പര്യമില്ല. അവരാഗ്രഹിക്കുന്ന ഇതിലൂടെ ഒരു വർഗീയ വിഷം ഇളക്കി വിടുക എന്നുള്ളത് തന്നെയാണ്. അതായത് നല്ലവരായ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ഒക്കെ മനസ്സിലേക്ക് ഈ ഒരു കാരണം കൊണ്ട് തന്നെ വർഗീയ വിദ്വേഷം കുത്തിവെക്കാൻ പറ്റും. ഈ പോക്കറ്റിൽ നിന്ന് കാശ് പോകുമ്പോൾ സങ്കടം ഉണ്ടാവും. അതുപോലല്ലല്ലോ വർഗീയ വിദ്വേഷം കുത്തിവെക്കുമ്പോൾ. അതൊരു ഹരമാണ്. ഈ സംഘികളെ സംബന്ധിച്ച് ഭക്ഷണം കഴിക്കുന്നവൻ്റെ പാത്രം തട്ടിക്കളഞ്ഞ് അവനെ കൊല്ലുന്നതിനേക്കാൾ ഭേദം ഇറച്ചി തിന്നു എന്നുള്ള കാരണത്താൽ അവനെ കൊല്ലുന്നതിനേക്കാൾ എത്രയോ എളുപ്പമുള്ള കാര്യമാണ് ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ജയ് ശ്രീറാം വിളിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജയ് ശ്രീറാം വിളിക്കുക, അതിനൊരു അന്തസ്സുണ്ട്. ശ്രീരാമനും ഇഷ്ടപ്പെടും. ഇതതുപോലെയാണ് ഒരുത്തനെ കൊല്ലുന്നിടത്ത് ആ ശ്രീരാമൻ്റെ പേര് വിളിക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പം അത്രയും പാടില്ലല്ലോ ഇതുപോലെ കുറച്ച് പൈസ പിരിക്കാൻ. അവർ കുറ്റവാളിയായിരിക്കാം, സമ്മതിച്ചു, ഓക്കെ. പക്ഷേ എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ലേ ചിന്തിക്കേണ്ടത്. അതോ അതിന് പകരമായിട്ടൊരു വർഗീയ വിദ്വേഷം ഉണ്ടാക്കുകയാണ് ആ കാരണം പറഞ്ഞിട്ട്. അതാ പറഞ്ഞ് ഇവർ ചെറിയ അവസരം പോലും അത് മുതലെടുക്കും എന്നുള്ളതാണ് രസം. ഇവർക്കിവിടെ കേരളത്തിൽ ഭരണം കിട്ടാഞ്ഞിട്ടാണ് സങ്കടം. കാരണം എങ്കിലും വടക്കേ ഇന്ത്യ പോലെ തല്ലിക്കൊല്ലാൻ പറ്റത്തുള്ളൂ, അത് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു വലിയ വിഷമമുണ്ട് ഇപ്പോൾ ഇവിടെ. അതോടൊപ്പം മറ്റൊരു സംഭവം കൂടി ഇതിനോടനുബന്ധിച്ച് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ 2017 മുതൽ യമനിലേക്കുള്ള ഇന്ത്യക്കാർക്കുള്ള വിസ അവർ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെ കാരണങ്ങളുണ്ട്. ഒന്നാമത് ഇന്ത്യയും യമനുമായിട്ട് അത്ര നയതന്ത്ര ബന്ധമൊന്നും അത്ര കൃത്യമല്ല, ഒന്നും ക്ലിയർ അല്ല. ഇന്ത്യയുടെ ഒരു നല്ല ഓഫീസ് പോലും യമനിൽ പ്രവർത്തിക്കുന്നില്ല. അതിൽ പ്രത്യേകിച്ച് ഹൂത്തികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ സെനയിൽ ഹൂത്തികളുടെ അണ്ടറിലുള്ള ജയിലിലാണ് ഈ നിമിഷപ്രിയ കിടക്കുന്നത്. അതുകൊണ്ട് അവരുമായിട്ട് നല്ല ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യക്ക് പോയി അവരോട് ഞങ്ങളുടെ നിമിഷപ്രിയ ഇങ്ങനെ തരൂ എന്നൊന്നും പറയാൻ കഴിയില്ല. ഒന്നാമത് യമനികളെ സംബന്ധിച്ച് അവർക്ക് ഈ ആളെ കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷയമൊന്നുമില്ല. നമുക്കല്ലേ വലിയ സംഭവം. അവർക്കൊന്നും ഇതിന് ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. അമ്മ സ്ഥിരമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ. അപ്പോഴാണ് ഒരു സ്ത്രീ ജയിലിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ കുറ്റം ചെയ്തതിനെ കൊല്ലാൻ വിധിച്ചു എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അല്ലാ ഹലാസ് എന്നേ പറയത്തുള്ളൂ, അല്ലാ എന്നിങ്ങനെ പറയും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇന്ത്യയായിട്ട് കാര്യമായ നയതന്ത്ര ബന്ധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രതിനിധിയായ ഇറാനെ സമീപിക്കുകയാണ്. ഇറാനും ഹൂത്തികളുമായിട്ട് നല്ല ബന്ധമാണല്ലോ. അപ്പം ഇറാനിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഇൻഷാ അല്ലാ ഞങ്ങൾ നോക്കാം എന്നിങ്ങനെ പറഞ്ഞു. അതിവിടെ വലിയ തലക്കെട്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. ഇറാൻ രക്ഷിക്കുന്നു നിമിഷപ്രിയയെ. ഇറാൻ എങ്ങനെ രക്ഷിക്കാൻ? അതുപോലെ തന്നെ സൗദി അറേബ്യ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നൊരു വാർത്തയും കണ്ടു. ഈ ഇറാനും സൗദി അറേബ്യയ്ക്ക് ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പോയിട്ട് യമനോട് പോയി പറയുകയാണ്, നിങ്ങളെ ആ നിമിഷപ്രിയയെ കൊല്ലരുത് കേട്ടോ, അവരെ നിങ്ങളുടെ ശിക്ഷ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒക്കെ ഭയങ്കര തെറ്റാണ്
നിമിഷപ്രിയ ഇന്ത്യക്ക് വിട്ടുകൊടുക്കണം എന്നവർക്ക് പറയാൻ പറ്റുമോ? അവരുടെ നിയമം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ നിയമം കൊലയ്ക്ക് കൊല, കോടതി കണ്ടെത്തി കുറ്റവാളിയാണ് കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞാൽ കൊലയ്ക്ക് കൊല തന്നെയല്ലേ? അപ്പോൾ നിമിഷപ്രിയയ്ക്ക് മാത്രമേ ഇത് പ്രത്യേകത, അവർ ഇന്ത്യക്കാരിയാണെന്നുകൊണ്ട് പ്രത്യേകത ഉണ്ടോ? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആർക്കും രക്ഷപ്പെട്ടു പോകാം. ഇന്ത്യയിലെ തിരുവനന്തപുരത്ത് നമ്മുടെ മുക്കോരെയൊക്കെ വെടിവെച്ച് കൊന്ന ഇറ്റാലിയൻ നാവികരെ കാശ് കിട്ടിയപ്പം പൊക്കോളാൻ പറഞ്ഞു വിട്ടു. ഇന്ത്യയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് കൈക്കൂലിയുടെ രാജ്യമാണ്. ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്താൽ ആരെ കൊന്നാലും ഒരു പ്രശ്നമില്ല. ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാം രക്ഷപ്പെടുന്നത് അങ്ങനെയല്ലേ? രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ ഉത്തരവാദിത്വത്തിലും, അല്ലെങ്കിൽ അവരുടെ സംഘടനകളും അവരുടെ ആൾക്കാരും എല്ലാവരും മറ്റുള്ളവരെ കൊന്നിട്ട് ഞാനെന്ന് പറഞ്ഞില്ലേ നമ്മുടെ കൈ കെട്ടിയിരിക്കുകയാണ്. അത് ഇന്ത്യയിൽ നടക്കും. കാരണം ഇന്ത്യയിൽ ഏത് വൃത്തികേടും നടക്കും എന്ന് പറഞ്ഞ പോലെയാണ് ലോകത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ. ഇതും കൊണ്ട് മറ്റു രാജ്യത്തിന് പോയി അവിടെ ചിലവാകും. അവർ പറയാൻ നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്. ഇപ്പം ഇന്ത്യക്കോ ഇപ്പം യമനുമായിട്ട് ബന്ധങ്ങളില്ലാത്തതുകൊണ്ട് യമനിനോട് പോകാൻ പറ്റില്ല. ഒന്ന് ഞങ്ങളുടെ ആളെ വിട്ടതാ, അല്ലെങ്കിൽ നമുക്ക് നല്ല ബന്ധമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് സോപ്പിട്ട് കിടക്കിക്കൊണ്ട് വരാം. അങ്ങനെയാണ് ഈ ഇവിടെ ഖത്തറിൽ അവരുടെ പണിക്ക് പോയി കുറച്ച് ഇന്ത്യക്കാർ ഇവിടുന്ന് പോയി. ഇവിടുത്തെ മിലിറ്ററിക്കാരൊക്കെയാണ്. അവരുടെ സാധനം എല്ലാം ഒറ്റി കൊടുത്തിട്ട് അവർ കൊല്ലാൻ വിധിച്ചിട്ട് ലാസ്റ്റ് അവരായിട്ട് നല്ല നയതന്ത്രബന്ധം ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. അതുകൊണ്ട് അവർ ഇറക്കിക്കൊണ്ട് പോന്നു. അവർ വിട്ടു, ശരി പൊക്കോ. അതിനുവേണ്ടി ഇന്ത്യ കുറേ വിമാനങ്ങളും കുറേ മേടിക്കേണ്ടി വന്നു. അതാ നയതന്ത്ര ബന്ധം. ഓക്കെ, അതൊക്കെ സമ്മതിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ അവരൊന്നും കുറ്റവാളി അല്ലാന്നൊരു അർത്ഥമില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ പുറത്ത് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ യമനുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. അതുകൊണ്ട് ഇന്ത്യക്ക് അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് അവർ ഇറാൻ്റെ പുറകെ, സൗദി അറേബ്യയുടെ പുറകെ ചെന്ന് ഇന്ത്യയിൽ നിന്ന് ആൾ ചെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ് ഇൻഷാ അല്ലാ നോക്കാം. അവരെന്ത് പറയും? അവരങ്ങോട്ട് പറയും ഏഷാദാ അതാ ഹുർമ മാവി കോയ്സ് അല്ലാ കരീം അല്ലാ ഫി ഇൻഷാ അല്ലാ തവ്വർ ഷുഫ് എന്നൊക്കെ അവരിങ്ങനെ ഒരു പറഞ്ഞു വിടും. ഇവിടെ നമ്മുടെ ഇവിടെ നിന്ന് ചെല്ലുന്നവരെ അല്ലാ തവ്വർ എന്നിങ്ങനെ അവർ പറയും. അവരെങ്ങനെ പറയുന്നത് നമുക്ക് പോലും മനസ്സിലാകുമോ? ആദാബി മാഫി എന്ന് പറയുന്നത് നമുക്ക്, അവർ പറയുന്ന അറബി എവിടെ മനസ്സിലാകാൻ? അപ്പോൾ അവർ പറയും ഷുഫ് എന്ന് പറയും, നോക്കാം എന്നവർ പറയും. അത്രേ ഉള്ളൂ. അത് കണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ യമനിൽ നിന്ന് പോയി ഇറാൻ ഇറക്കിക്കൊണ്ട് വരും എന്ന് പറയുകയാണ്. ഇനി ഇതിൽ ഏറ്റവും വളരെയധികം രസകരമായ വേറൊരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ കൊല്ലപ്പെട്ട ഈ തലാൽ മഹമ്മൂദ് എന്ന് പറഞ്ഞ ഇവൻ്റെ കുടുംബവുമായിട്ട് ഇന്ത്യയിൽ നിന്നും ആരും ബന്ധപ്പെട്ടതായി ഇതുവരെ ഒരു റിപ്പോർട്ടുമില്ല. ആ കുടുംബം എന്താണ് പറയുന്നത്? എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുക കുടുംബം ദിയാദനം സ്വീകരിക്കാൻ തയ്യാറല്ല. ദിയാദനം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവരോട് പോയി ചോദിക്കണ്ടേ, നിങ്ങൾക്കിത് അതിന് സംസാരിക്കാൻ ആളുണ്ടോ? അതിന് വേറൊരു നിയമമുണ്ട് യമൻ്റെ. അതായത് യമൻ്റെ നിയമം അനുസരിച്ച് ഒരിക്കലും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി ഈ കൊന്നയാളുടെ കുടുംബം നേരിട്ട് ഒരു കാരണവശാലും ബന്ധപ്പെടാൻ പാടില്ല. അത് ഇടനാലക്കാരുണ്ടാവണം. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ പറഞ്ഞത് അമ്മ പോയി വീട്ടുകാരോട് പോയി കരഞ്ഞ് വിളിച്ച് രക്ഷപ്പെടുത്താമെന്നാണ്. ഒരിക്കലും കഴിയില്ല. അവരെ ഇവിടുന്ന് കൊണ്ടുപോയി അവരവിടെ പോയി എവിടെ വീട്ടിൽ ജോലി ചെയ്യുകയാണ് 5-8 മാസമായിട്ട്. 2 തവണയെങ്ങാണ്ടാണ് അവർക്ക് മകളെ കാണാൻ കഴിഞ്ഞത്. ആ ഒരു സ്ത്രീ ഒന്നും അറിയില്ല, ഭാഷ അറിയില്ല, ഒന്നും അറിയാൻ പറ്റാത്ത സ്ത്രീ പോയിട്ട് യമൻ്റെ ആ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിൽ പോയിട്ട് എൻ്റെ മോളെ രക്ഷപ്പെടുത്തണം, അങ്ങനെ അവൾ അയ്യോ പറ്റിപ്പോയി, അബദ്ധം പറ്റി, നിങ്ങൾക്ക് എന്നാ കാശ് തന്നേക്കാം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വകുപ്പ് അവിടെ ഇല്ല. ഒന്നാം യമൻ ആ പ്രശ്നമായിട്ട് കിടക്കണം, യുദ്ധവും പ്രശ്നമായിട്ട്. അവരതിന് ഇടയ്ക്ക് ഇതാണ് ശ്രദ്ധിക്കുന്നത്. അവരിപ്പോൾ കൊല്ലാൻ വിളിച്ചാൽ കൊന്നേക്ക് എന്ന് പറയത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളെ തന്ത്രപരമായി എങ്ങനെയെങ്കിലും ഊരിക്കൊണ്ട് വരിക എന്നുള്ളതാണ് അതിനകത്ത് ബുദ്ധി. ആ പേരും പറഞ്ഞ് ഇവിടെ $40,000 പിരിച്ചിട്ടുണ്ട്. എന്നിട്ട് $20,000 അവിടെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. ആരെ ഏൽപ്പിച്ച്? ഇവരുടെ കുടുംബത്തിന് 10 പൈസ കിട്ടിയിട്ടില്ലെന്ന് പല റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട്. അവരുടെ കുടുംബമായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കുടുംബത്തിന് പൈസ കൊടുക്കാൻ കഴിയുന്നത്? ആരാണ് അവരുടെ കുടുംബമായിട്ട് സംസാരിച്ചത്? അതൊന്നുമില്ല. റിപ്പോർട്ടുകൾ അവ്യക്തമാണ്. ഇനി അഥവാ അവരുടെ കുടുംബമായിട്ട് സംസാരിച്ചെന്ന് ഓർത്തു. ഇപ്പോൾ അവർ ഈ അബ്ദുറഹീമിന് 34 കോടി രൂപ പിരിച്ചു കൊടുത്തല്ലോ. അവർ ഈ വിഷയം അറിഞ്ഞ്, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ധരിപ്പിച്ചു എന്നെ പോലെ ഒരു ഇന്ത്യക്കാർ നല്ല കാശന്മാർ കൊടുക്കും എന്ന് പറഞ്ഞാൽ അവരൊരു വലിയ എമൗണ്ട് അവരായിരിക്കും. അവരും ചോദിക്കുകയാണ് 10-15 കോടി ഞങ്ങൾക്ക് തന്നേരും. ഇവർ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഈ പൈസ പിരിക്കാൻ കഴിയുമോ? എവിടെ നിന്ന് പിരിക്കാൻ? കാരണം ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇപ്പോൾ തന്നെ 10 ദിവസം കണ്ട് കഴിഞ്ഞ് ഈ ഓർഡർ വന്നിട്ട് ഇനി 10-20 ദിവസങ്ങളേ ഉള്ളൂ. ഇനിയും പോയി കണ്ട് സംസാരിച്ച് ഒരു തീരുമാനമായിട്ടില്ല, ന്യൂസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുടുംബമായിട്ട് ഇതുവരെ ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവർക്ക് ദിയാദനത്തിൽ താല്പര്യമില്ല, ബ്ലഡ് മണി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഈ സ്ത്രീയെ കൊന്നാൽ മതി എന്നാണ് അവർ പറയുന്നതെന്നാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്.
അങ്ങനെ പറഞ്ഞാൽ ലക്ഷ്യമൊന്നുമില്ല, കാരണം ഗവൺമെൻറ് ആ നിയമം നടപ്പിലാക്കേണ്ടി വരും. പക്ഷേ അതിനു മുമ്പായി നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങളൊന്നും കാര്യമായിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇത് സത്യം. ഒരാളെ ഇടനിലക്കാരൻ, ഒരു മെഡ്രാസുകാരനെ കൊണ്ട് ഒരാളുണ്ട്, അയാളുടെ ഇടയ്ക്കിടയ്ക്ക് വല്ല റിപ്പോർട്ടുകൾ വരും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, സംസാരിക്കാം, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ തീരുമാനമില്ലല്ലോ. ഇത് ഡേറ്റ് മുന്നോട്ട് പോകും തോറും പ്രശ്നങ്ങൾ തന്നെയാണ്, സംഗതി സങ്കീർണമാവുകയാണ്. അതിൽ പ്രധാന കാരണം ഇന്ത്യക്ക് യമനുമായി കാര്യമായ നയതന്ത്ര ബന്ധം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇടപെട്ട് നമുക്ക് സിമ്പിളാണ്, ആളിവിടെ വരും. അല്ലാതെ യമൻ ഇപ്പോൾ രക്ഷപ്പെടുത്തി തരും, സൗദി അറേബ്യ രക്ഷപ്പെടുത്തി തരും എന്ന് പറഞ്ഞിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കിട്ടിയെന്ന അതിൻ്റെ പേര്. അവർക്ക് ഇതല്ലല്ലോ ജോലി, അവർക്ക് ഒരുപാട് മറ്റ് പ്രശ്നങ്ങളുണ്ട്. അവരുടെ തലയ്ക്ക് വീതം ബോംബ് വീഴാറായി നിൽക്കുന്നു, അല്ലെങ്കിൽ ബോംബ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ പോകുമോ അതോ ഇതിൻ്റെ പുറകെ വരുമോ? നമ്മുടെ നാട്ടിൽ ഇത് വലിയ സംഭവം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിമിഷപ്രിയ ഇങ്ങോട്ട് വരും, ഒരു കുറ്റവാളിയാണല്ലോ. ഏതൊരു രാജ്യത്തിൻ്റെ മുന്നിൽ പോയി നമ്മളൊരു അപേക്ഷ വെക്കുമ്പോൾ നമുക്ക് അയാളെ രക്ഷപ്പെടുത്തണമെന്ന് പറയാനൊരു കാരണം ഉണ്ടാവണം. നിരപരാധിയാണ്, അല്ലെങ്കിൽ നമുക്ക് ചെറിയ തെറ്റുകളൊക്കെ ചെയ്ത് അതല്ല, ഇവർ കരുതിക്കുട്ടി വലിയൊരു കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ഒരു നിരപരാധിയാ, വിട്ടേക്കാം, നമുക്ക് ഇടപെടാം എന്ന് തോന്നണമെന്നില്ല. പിന്നെ അതൊക്കെ ഭാഗ്യം, ഇവരുടെ ഭാഗ്യം പോലെ ഇരിക്കും, അത്രേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കുടുംബം ആവശ്യപ്പെടാതെ തന്നെ ഇവിടെ $40,000 പിരിക്കുക എന്ന് പറയുന്നത് ഒരു വാശിയുടെ പുറത്താണ്. കാരണം അബ്ദുറഹീമിന് കൊടുത്ത പോലെ തന്നെ നിമിഷ എന്നൊരു ഹിന്ദുവിന് വേണ്ടി പിരിക്കുക എന്നുള്ള ഒരു വാശിയാണ് ഈ പിരിച്ചവർക്കുണ്ടായിരുന്നത്. അല്ലാതെ അവർക്കൊന്നും നിമിഷപ്രിയ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവരതിനു വേണ്ടിയൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. എന്നാൽ ബാക്കി പൈസ ഈ $40,000 വെച്ച്, അതായത് എൻ്റെ 32 ലക്ഷമോ 35 ലക്ഷമോ രൂപ എങ്ങോട്ടാണ് വരുന്നത്. ഇത്രയും പൈസ കൊണ്ട് എന്തെങ്കിലും ആവുമോ? അവിടുത്തെ ഒരുപാട് ചിലവ് അവർക്ക് വേറെ ഇല്ലേ? മറ്റ് പിരിവിൻ്റെ കാര്യമൊന്നും അനക്കമില്ലല്ലോ. ആരാ പിരിക്കുന്നേ? ഈ 35 ലക്ഷം രൂപ എടുത്ത് ഓക്കെ കേട്ടോ ഞാൻ നേര് എന്ന് പറയാൻ പറ്റുമോ? കുടുംബം ചോദിക്കുന്ന ചിലപ്പം 15 കോടിയായിരിക്കും ചോദിക്കുന്നത്, അത് കൊടുക്കണ്ടേ? അപ്പോൾ ഇതൊരു വർഗീയ വിഷയമായിട്ട് ഉപയോഗിക്കാനാണ് ഈ പണം പിരി കൊണ്ട് തന്നെ ഇവർ ഉദ്ദേശിക്കുന്നത് തന്നെ. പിന്നെ അബ്ദുറഹീമിന് വേണ്ടി പിരിച്ചതുപോലെ ചിലപ്പോൾ അത്രയും വലിയൊരു തുക നിമിഷപ്രിയയ്ക്ക് ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. കാരണം അത്രയധികം വർഗീയത ഈ വിഷയത്തിൽ സംഘികൾ നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇതിൻ്റെ ഒരു പിരിവ് ഇനിയോ എങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ മാറി നിന്നേക്കാം. വരുന്ന സമയങ്ങളിൽ പണം ആവശ്യമുണ്ടെങ്കിൽ കാസയുടെ ഓഫീസിൽ നിന്നും സംഘികളുടെ ശാഖയിൽ നിന്നും ആ പണം മുഴുവൻ പിരിച്ചെടുത്ത് യമനിൽ ചെന്ന് അവരുമായി സംസാരിച്ച് അവരെ ഭീഷണിപ്പെടുത്തി, ഹൂത്തികളെ ഭീഷണിപ്പെടുത്തി നിമിഷപ്രിയയായി കേരളത്തിലേക്ക് തിരിച്ചെത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വാർത്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.